നമ്മുടെ ഒരു പ്രവർത്തകൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടിക്ക് ഹാർട്ടിന് ഒരു ഓട്ട, അത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപയോളം ചെലവാവും. അങ്ങനെ നീ എന്ത് ചെയ്തു? ഞാൻ സൗജന്യം കിട്ടുന്ന വഴിയൊക്കെ അന്വേഷിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സൗജന്യമായി കിട്ടുന്ന വഴിയൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോൾ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് സൗജന്യമായി ഓപ്പറേഷൻ കിട്ടും എന്ന് പറഞ്ഞു. അവിടെ എത്തി. ഒരുപാട് കടമ്പകൾ, ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരുപാട് കടമ്പകൾ, ആ കടമ്പകളൊക്കെ കടന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ ആ ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ എല്ലാ കടലാസും പൂർത്തിയാക്കി എന്റെ കുട്ടിയെ ഓപ്പറേഷന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാ. അങ്ങനെ അവസാനം ചെന്ന് നോക്കുമ്പോൾ ഒരൊറ്റ കടമ്പ കൂടിയുണ്ട്. അതെന്താണ് കടമ്പ? അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് എന്നോട് ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അത് എവിടുന്നാ കിട്ടുക? അത് ആ ഓഡിറ്റോറിയത്തിൽ പോയാൽ അവിടെ ഇങ്ങനെ ഓപ്പറേഷന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളൊക്കെ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി നിങ്ങൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി വന്നാൽ നിങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടി നിങ്ങളുടെ കുട്ടി അന്തിമമായി തെരഞ്ഞെടുക്കപ്പെടും എന്ന് അറിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്, വളരെ പാവപ്പെട്ട മനുഷ്യനാ, SYSന്റെ പ്രവർത്തകനാ. അദ്ദേഹം അവിടെ ചെന്ന് ഒരു നോക്കുമ്പോ വലിയ ലൈന് വരി ഇങ്ങനെ നിൽക്കുക. ആ വരിന്റെ ലാസ്റ്റ് ഇങ്ങനെ ചെന്നിട്ട് നിന്ന് നോക്കുമ്പോ അദ്ദേഹം എന്നോട് പറയാണ്, കരയുന്നുണ്ട്, വളരെ സങ്കടത്തോടെ വിഷമത്തോടെ എന്നോട് പറയാ, ഞാൻ ആ വരിയുടെ മുന്നിലേക്കൊന്ന് നോക്കി, എങ്ങനെയാണ് ഈ അനുഗ്രഹം കൊടുക്കുന്ന രീതി അതൊന്ന് അറിയാൻ വേണ്ടി മുന്നിലേക്ക് നോക്കുമ്പോ കാണുന്ന ചിത്രം, അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ ഉയർന്ന ഒരു സ്ഥലത്ത് സിംഹാസന സമാനമായ ഒരു കസേരയിൽ ഉപവിഷ്ടയായി അവരവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ ലൈന് നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ ഈ അമ്മ അവരുടെ കാലെടുത്ത് ഇങ്ങനെ തലയിൽ വെച്ച് കൊടുക്കുന്നു. അതാണ് അനുഗ്രഹം. രോഗത്തിന് വേണ്ടി, രോഗിക്ക് വേണ്ടി, കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടി വരി നിൽക്കുന്ന ഈ സഹോദരന്മാർ അവരോരോരുത്തരും ഇങ്ങനെ തല കുനിച്ചു കൊടുക്കുന്നു. ആ തലയുടെ മുകളിൽ അമ്മ കാലെടുത്ത് വെക്കുന്നു. അനുഗ്രഹീതരായി ഓരോരുത്തരും തിരിച്ചു പോകുന്നു. SYSകാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ആ വരിയുടെ പിന്നിൽ നിന്ന് ആലോചിച്ചു, എന്റെ ഈമാൻ കാലിന്റെ ചോട്ടിൽ വെച്ച് കൊടുത്തിട്ട് എന്റെ കുട്ടിയുടെ ഓപ്പറേഷൻ വേണോ? അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ വന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ്. 1-2 ആളുകളെയൊക്കെ ബന്ധപ്പെടുത്തി ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടത് ചെയ്തു കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, SYSകാരന്റെ കുട്ടി, SSFകാരന്റെ കുട്ടി, ഒരു സഹോദരന്റെ കുട്ടി, ഭാര്യ, മക്കള്, ഉമ്മ, ഉപ്പ, അമ്മന്റെ കാലിന്റെ ചോട്ടിൽ തല വെച്ച് കൊടുക്കേണ്ട ഗതികേടുണ്ട്. അച്ഛന്റെ കാലിന്റെ ചോട്ടിൽ തല വെച്ച് കൊടുക്കേണ്ട ഗതികേടുണ്ട്. ഇൻഷാ അല്ലാഹ് 10-15 കൊല്ലങ്ങൾക്കകം സാന്ത്വനം കർമ്മ പദ്ധതിയിലൂടെ SYSും മുസ്ലിം ജമാഅത്തും ഈ ദയനീയമായ ചിത്രം തിരുത്താനിരിക്കുന്നു. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ, SYSന്റെ നേതൃത്വത്തിൽ സാന്ത്വനം കർമ്മ പദ്ധതി എന്ന് പറയുമ്പോ നിങ്ങൾ അതൊരു ചെറുതായി കാണേണ്ടതില്ല. നമ്മുടെ ചരിത്രം തന്നെ തിരുത്തുന്ന, മുസ്ലിം ജമാഅത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന വളരെ ആലോചനാപൂർവമുള്ള ഒരു കർമ്മ പദ്ധതിയാണ് സാന്ത്വനം കർമ്മ പദ്ധതി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എനിക്കൊരുപാട് അത് സംബന്ധിച്ച് വിശദീകരിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സഹോദരങ്ങളെ, പ്രബോധന രംഗത്ത് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികളെ ഒന്ന് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം.